നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ബന്ധങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. അതായത് സ്നേഹത്തിൻ്റെ പേരിൽ പല കാര്യങ്ങളും നഷ്ടപ്പെടുത്തിയിട്ടുള്ള ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും. അപ്പോൾ ഇനിയും അങ്ങനെ വേണ്ട. നിങ്ങൾ കൊടുക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്കും തിരികെ കിട്ടണം. ഒന്നിൻ്റെ പേരിലും ഒന്നും നഷ്ടപ്പെടുത്താനായിട്ട് ഇനി നിങ്ങൾ തയ്യാറല്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് പലരും എത്തിച്ചേർന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മൂല്യത്തെ സ്വയം തിരിച്ചറിയുന്ന ഒരു സമയത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നാണ് കാണുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പലരുടെയും ഉള്ളിൽ കുറച്ച് കാലമായിട്ട് ഉറങ്ങിക്കിടന്നിരുന്ന ആഗ്രഹങ്ങളും കഴിവുകളുമൊക്കെ വീണ്ടും ഉണരുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കണം, നിങ്ങളിലെ കഴിവുകൾ വളർത്തിയെടുക്കണം എന്നുള്ള ശക്തമായിട്ടുള്ള ഒരു ആഗ്രഹം ഇപ്പോൾ നിങ്ങളിൽ പലരിലും വന്ന് തുടങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചെറിയൊരു ഭയം ഉണ്ടെങ്കിലും അതിനെയൊന്നും കണക്കിലെടുക്കാതെ എങ്ങനെയും പരിശ്രമിക്കണം എന്നുള്ള ഒരു ആവേശമാണ് നിങ്ങളിൽ കൂടുതലായിട്ട് ഉള്ളതെന്നാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ ശ്രമത്തിൻ്റെ ആ ഒരു ഫലം എന്തായിരിക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. മറിച്ച് ശ്രമിച്ച് നോക്കാം എന്നുള്ള ഒരു ചിന്തയാണ് നിങ്ങളിൽ ഉള്ളത്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളിലെ ആ ഒരു ചിന്ത അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം തുറക്കുന്നതിൻ്റെ ആദ്യ ഘട്ടമാണെന്നാണ്. ഇവിടെ തീർച്ചയായിട്ടും പുതിയ തുടക്കത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് നിങ്ങളിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ വളരെ കാലമായിട്ട് അടഞ്ഞു കിടന്നിരുന്ന ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു കഴിവ് ഇനി വെളിച്ചത്തിലേക്ക് വരാനായിട്ട് പോവുകയാണ്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പല ആളുകൾക്കും ചില സഹായങ്ങൾ ലഭിക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത്. അതൊരു പക്ഷേ സാമ്പത്തികമായിട്ടുള്ള ഒരു സഹായമായിരിക്കാം, ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കാം, അതുപോലെ തന്നെ വാക്കുകളിലൂടെ നിങ്ങൾക്കൊരു സപ്പോർട്ട് ലഭിക്കുന്നതാവാം. അപ്പോൾ അത്തരത്തിൽ ചില സഹായങ്ങൾ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജിയാണ് കാണുന്നത്. മുൻപ് നിങ്ങളെന്ന വ്യക്തി മറ്റുള്ളവരെ സഹായിക്കാനും പലതും വിട്ടുകൊടുക്കാനും പലതും സഹിക്കാനുമൊക്കെ തയ്യാറായിട്ടുള്ള ഒരു ആളായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ ചെയ്ത അത്തരം സഹായങ്ങൾക്കും ത്യാഗങ്ങൾക്കും മറ്റുള്ളവരിൽ നിന്നും ഒരു പിന്തുണയോ ഒരു കരുതലോ നിങ്ങൾക്ക് കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ്. അത് നിങ്ങളെ വലിയ രീതിയിൽ സങ്കടപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില സഹായങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. അതായത് മുമ്പ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തതൊന്നും വെറുതെ ആയിട്ടില്ല. അതിൻ്റെ ആ ഒരു ഫലം ഈ ഒരു സമയം നിങ്ങൾക്ക് തിരികെ കിട്ടാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളതാണ്. അതൊരു പക്ഷേ സാമ്പത്തികമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവസരമായിട്ടായിരിക്കാം, കൂടാതെ നിങ്ങൾക്ക് മാനസികമായിട്ടൊരു പിന്തുണ ലഭിക്കുന്നതുമാവാം. അപ്പോൾ അത്തരത്തിലുള്ള ചില സഹായങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതായത് മുമ്പ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് ഈ ഒരു സമയം നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പലരും ഇപ്പോൾ ഒരു സ്റ്റക്ക് എനർജിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളിലെ ഇപ്പോഴുള്ള ആ ഒരു കാഴ്ചപ്പാടിനെ മാറ്റുക എന്നുള്ളതാണ്. അതായത് ഏത് കാര്യത്തിലാണോ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് ആ ഒരു കാര്യത്തെ നിങ്ങൾ ഇതുവരെ കണ്ട രീതിയിലല്ല, മറിച്ച് അതിനെ മറുവശത്തു നിന്ന് കാണാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇതുവരെ നിങ്ങൾ തെറ്റാണെന്ന് കരുതിയിരുന്ന പലതും
മറ്റൊരു വശത്ത് നിന്ന് നോക്കുമ്പോൾ ശരിയാണെന്ന് തോന്നാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാം. അപ്പോൾ അത്തരത്തിൽ നിലവിലുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന ഒരു ബോധം നിങ്ങളിലേക്ക് തിരികെ വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട്. അതായത് ഒരു സമയത്ത് നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്ന ഒരു തോന്നൽ നിങ്ങളിൽ ശക്തമായിട്ട് നിലനിന്നിട്ടുണ്ടായിരിക്കാം. ഒന്നും ആരോടും തുറന്നു പറയാനായിട്ട് കഴിയാത്ത ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന പലരും നിങ്ങൾക്ക് ചുറ്റും ഉണ്ടെന്നും അതേപോലെ തന്നെ അവരുമായിട്ടുള്ള ഒരു ബന്ധം കൂടുതൽ ശക്തമാകുന്നതുമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പലരും ഈ ഒരു സമയം ചില സംഘർഷങ്ങൾ നേരിടുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. അവിടെ പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകൾ, അനാവശ്യമായിട്ടുള്ള വഴക്കുകൾ, പരസ്പരം മനസ്സിലാക്കാതെ വരിക, പരസ്പരം മത്സരിക്കുക, കൂടാതെ പലതിലും ഒരു വ്യക്തത ഇല്ലാത്തൊക്കെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടായിരിക്കാം. അതുമൂലം ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങളിൽ നിരാശ, അസ്വസ്ഥത, ദേഷ്യം ഇവയൊക്കെ ഉണ്ടാവുന്നുണ്ടാവാം. നിങ്ങളുടെ മനസ്സും ചിന്തകളും വ്യത്യസ്ത ദിശകളിലൂടെ ആയിരിക്കാം സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് നിലനിൽക്കുന്നതെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ സംസാരത്തെ നിങ്ങൾ നിയന്ത്രിക്കുക. ശാന്തമായിട്ട് സംസാരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ക്ഷമയോടെ കാര്യങ്ങളെ നോക്കിക്കാണുക. നിങ്ങൾ പരസ്പരം കേൾക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു സംഘർഷത്തെ ഇല്ലാതാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക. കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.